കോട്ടയം നട്ടാശ്ശേരി വേമ്പിൻകുളങ്ങര അമ്പലത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് നടത്തിയ പരിപാടിയുമായി ബന്ധപ്പെട്ടാണല്ലോ 2 ദിവസമായി നാം കാണുന്ന ചർച്ചകൾ പൊടിപൊടിക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നട്ടാശ്ശേരിയിൽ വേമ്പിൻകുളങ്ങര അമ്പലത്തിൽ നന്ദഗോവിന്ദം ഭജൻസ് ഒരു ക്രിസ്തീയ ഗാനം ആലപിച്ചു എന്നുള്ളതാണ് ഇന്ന് ഇവിടെ വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. ഗുരുമൂർത്തിയും ശശികല ടീച്ചറും ബാബുവും അടക്കമുള്ള വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാക്കളാണ് നന്ദഗോവിന്ദം ഭജൻസിനെതിരായ ആക്രമണം ഘടിപ്പിച്ചത്. രാഷ്ട്രീയ പാർട്ടികളുടെ വളർച്ചയിൽ കലാസാംസ്കാരിക സംഘടനകൾക്കുള്ള പങ്ക് വൈകിയാണ് BJP തിരിച്ചറിഞ്ഞത്. കേരളത്തിൽ CPIM-നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഇത്ര കണ്ട് വേരോട്ടമുണ്ടാക്കാൻ സാധിച്ചതിൽ ഒരു പ്രധാന പങ്ക് ഇവിടുത്തെ കലാ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട്. സുപ്പിൽ ബാസിയുടെ KPSC-യിലൂടെയുള്ള നാടകങ്ങളും സാംബശിവന്റെ കഥാപ്രസംഗങ്ങളും ഒക്കെ ജനങ്ങളെ ഇടതുപക്ഷ ചിന്തകരാക്കാനും CPM-ന്റെ അനുഭാവികളും പ്രവർത്തകരുമാക്കാനും വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇവരെയൊക്കെ ഇടതുപക്ഷത്തിലേക്ക് തിരിച്ചുവിടാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ പുതിയ കാലത്തിന്റെ സംഗീതമായ റാപ്പ് മ്യൂസിക് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. വേടന്റെ റാപ്പ് മ്യൂസിക് CPM-ഉം അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്ത് ധാരാളം വേദികൾ ഉണ്ടാക്കി കൊടുക്കുകയും വേടന് ധാരാളം പിന്തുണ നൽകുകയും ചെയ്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ മാസങ്ങളിൽ നിലനിന്നിരുന്നത്. അപ്പോൾ വേടനെതിരായി, അതുപോലെ തന്നെ വേടന്റെ പ്രശസ്തി ഒന്ന് കുറച്ചു കാണിക്കുന്നതിന് വേണ്ടി നന്ദഗോവിന്ദം ഭജൻസിനെ കാര്യമായി സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തുണച്ചു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. നന്ദഗോവിന്ദം ഭജൻസിന് കേരളത്തിലുടനീളം ഇത്രയും വേദികൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്ക് ഉണ്ടായിരുന്നു. അവർക്ക് ഇത്രയേറെ പബ്ലിസിറ്റി കൊടുക്കുന്നതിനും ആളെ കൂട്ടുന്നതിലും ഇവരുടെ പരിപാടികൾ ഇത്രയേറെ ഭംഗിയാക്കി നടത്തുന്നതിനും വേടന് തക്ക എതിരാളികളായി ഇവരെ ഉയർത്തുന്നതിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചത്. എന്നാൽ ഇവർ സംഘപരിവാറിന്റെ ഒരു വാലാട്ടികളായി നിൽക്കും. സംഘപരിവാറിന്റെ അജണ്ട പിൻപറ്റി സംഘപരിവാറിന്റെ അജണ്ടയുടെ പ്രചാരകരായി ഇവർ മാറുമെന്നാണ് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ കരുതിയത്. എന്നാൽ ചെറുപ്പം മുതൽ സാഹോദര്യവും സമത്വവും രുചിച്ചാണ് നന്ദഗോവിന്ദത്തിന്റെ ടീം ലീഡറായ നവീൻ അടക്കമുള്ള എല്ലാവരും ഉയർന്നു വന്നത്. കോട്ടയത്തിന്റെ പൊതുവെ ഒരു പ്രത്യേകത, ക്രിസ്ത്യൻ മജോറിറ്റി ഉള്ള ഒരു സ്ഥലമായതിനാൽ ഇവിടെ പൊതുവെ വളരെ ഐക്യത്തിലാണ് എല്ലാവരും കഴിയുന്നത്. പള്ളികളിലെ പെരുന്നാളിനിടയ്ക്ക് ഗാനമേള നടത്തുമ്പോൾ അവിടെ പള്ളിയിൽ അച്ഛൻ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്നും പാട്ട് ആലപിച്ചിട്ടുള്ളത് ഞാനും എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന പാട്ട് പാടിക്കുന്നത് അതിൽ പള്ളി എന്ന വാക്കുള്ളത് കൊണ്ടല്ല, മറിച്ച് ആ പാട്ട് അന്ന് ജനങ്ങൾക്കിടയിൽ വളരെ ഓളം സൃഷ്ടിച്ച പാട്ടായിരുന്നു. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടം നാം പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയേറെ വർഗീയത കലർന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ വർഗീയത, കുടിക്കുന്ന വെള്ളത്തിൽ വർഗീയത, അതുപോലെ തന്നെ കേൾക്കുന്ന പാട്ടിൽ വർഗീയത എന്നു വേണ്ട സകല കാര്യത്തിലും വർഗീയത കടന്നു വന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വർഗീയവൽക്കരിക്കുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയാണ് ഇതിന് പ്രധാന കാരണമെന്ന് മുന്നേ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു അംബേദ്കർ സ്റ്റാൻഡല്ല ഇത് പറയുന്നത്, എങ്കിൽ കൂടി ഞാൻ പ്രത്യേകം പറയുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ജാതി വ്യവസ്ഥയാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ഈ ജാതി വ്യവസ്ഥയുടെ ഭാഗമായാണ് സംഘപരിവാർ ശക്തികൾ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘപരിവാർ ശക്തികൾക്ക് വേടനെ പോലെയുള്ള ഒരു നല്ല പാട്ടുകാരനെ ഒതുക്കുന്നതിന് വേണ്ടി കൂട്ടുപിടിച്ചതാണ് നവീൻ അടക്കമുള്ള നന്ദഗോവിന്ദം ഭജൻസിനെ. എന്നാൽ നന്ദഗോവിന്ദം ഭജൻസ് ഇവരുടെ കൈകളിൽ നിൽക്കാതെ അവരുടേതായ രീതിയിൽ വളർന്നു കഴിഞ്ഞപ്പോൾ നന്ദഗോവിന്ദം ഭജൻസിനെയും ഒതുക്കേണ്ടത് അവരുടെ ആവശ്യമായി വന്നിരിക്കുകയാണ്. അതിനാലാണ് അവർ ഇത്തരത്തിലുള്ള ഒരു കുതന്ത്രം പ്രയോഗിക്കുന്നത്. നാം ചിന്തിക്കണം, ശബരിമലയിൽ ശാസ്താവ് ഉറങ്ങുന്നത് ഗുരുവായൂരപ്പന്റെ പാട്ട് കേട്ടാണ്. അതുപോലെ എത്രയോ നല്ല ഭക്തിഗാനങ്ങളാണ് യേശുദാസ് ആലപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ യൂസഫ് അലി കച്ചേരിയാണ് ഏറ്റവും നല്ല ഹിന്ദു ഭക്തിഗാനങ്ങൾ എഴുതിയത്. പാട്ട് എഴുതുന്നതിലും പാടുന്നതിലും ഒക്കെ ജാതി കാണുക, കഴിക്കുന്ന ഭക്ഷണത്തിൽ ജാതി കാണുക, അങ്ങനെ മതം കാണുക, അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളെയും മതവും ജാതിയും കലർത്തുന്ന ഇന്ത്യയിലെ രീതി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ജാതി സമ്പ്രദായവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മതബോധവും നിലനിൽക്കുന്നതിലാണ് ഇന്ത്യ വളർച്ച പ്രാപിക്കാത്തത്. ഇപ്പോഴും നാം നോക്കുമ്പോൾ ചൈന എന്ന രാജ്യത്തെക്കാളും അതുപോലെ തന്നെ അമേരിക്ക എന്ന രാജ്യത്തെക്കാളും അതുപോലെ മറ്റ് വികസിത രാജ്യങ്ങളെക്കാളും ഏകദേശം 40 വർഷമാണ് നാം പുറകിൽ നിൽക്കുന്നത്. ഇന്ത്യയിൽ മാനവ വിഭവശേഷി ഇല്ലാഞ്ഞിട്ടല്ല, ധാതു ലവണങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, അതുപോലെ ഇന്ത്യയിൽ സാമ്പത്തിക ശേഷി ഇല്ലാഞ്ഞിട്ടല്ല,
അങ്ങനെ ഏത് അർത്ഥത്തിൽ നോക്കിയാലും ആവശ്യത്തിലേറെ സമ്പൽ സമൃദ്ധമായ നമ്മളുടെ ഇന്ത്യയിൽ മൃദു ഹിന്ദുത്വം കോൺഗ്രസ് പ്രയോഗിക്കുന്നു. അതുപോലെ തന്നെ പൂർണ്ണമായ ഹിന്ദുത്വം BJP പ്രയോഗിക്കുന്നു. എന്നാൽ CPM-ഉം CPI-യും മറ്റു പാർട്ടികളെല്ലാം ഇലക്ഷന്റെ സമയങ്ങളിൽ അവർക്ക് ആവശ്യത്തിനനുസരിച്ച് മൃദു ഹിന്ദുത്വം, അതുപോലെ തന്നെ മുസ്ലിം പ്രീണനം, അതുപോലെ ക്രിസ്ത്യൻ പ്രീണനം, അങ്ങനെ 10 വോട്ടിനായും ഭരണം പിടിക്കാനായും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നതിന്റെ ഫലമായാണ് സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് നമുക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജാതി മത ചിന്തകൾക്ക് അതീതമായി സംഗീതത്തെ വിട്ടേക്കുക, അതുപോലെ ഭക്ഷണത്തെ വിട്ടേക്കുക, അതുപോലെ മറ്റ് ജീവിത ഇടങ്ങളിൽ ജാതിയോ മതമോ കലർത്താതെ രാജ്യത്തിന്റെ പുരോഗതിക്കായി, രാജ്യത്തിന്റെ വളർച്ചയ്ക്കായി നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് സാഗ് ന്യൂസിന് പറയാനുള്ളത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.